നമ്മുടെ ഉള്ളടിക്കലും തൊടയും അതേപോലെ തന്നെ ബാത്റൂം കഴുകലും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. തുണി തിരുമ്പിയിട്ടിട്ടുണ്ട്, തോരട്ടിട്ടില്ല. അപ്പോൾ തോര ഇതാണുള്ളത്. ഞാൻ അപ്പയ്ക്ക് നല്ല വിശപ്പ്, ഓടി വന്നിട്ട് കഴിച്ചു കേട്ടോ. ഞാൻ തുണി എടുത്തിട്ട് വരട്ടെ. വണ്ടി തുണി തിരുമ്പിയല്ലേ ഒരു പണിയാണല്ലേ. തുണി തിരുമ്പാൻ നോക്കുമ്പോൾ കാണുന്നതൊക്കെ തിരുമ്പാനുള്ള തുണികളായിരിക്കും കേട്ടോ. ഈ മക്കൾ രാവിലെ ഇടല് പിന്നെ ചളിയാക്കുമ്പോൾ ഇടുന്നത് ഒക്കെ ആയിട്ട്. ഇന്നലെ നിങ്ങളുടെ അവിടെ മഴ പെയ്തിരുന്നോ? ഇവിടെ മഴ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടാ, നല്ല ചാറ്റിലായിരുന്നേ. മുളകും മല്ലിയും ഇതാ ഒന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടേ. മുളക് പൊടി കഴിഞ്ഞേക്കണം കേട്ടോ. പാക്കറ്റ് പൊടി വാങ്ങണേക്കാളും നല്ലതല്ലേ ഇങ്ങനെ മുളക് പൊടി വാങ്ങാൻ. മാവേലിയിലുണ്ടായിരുന്നു അത്രേ, പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കിട്ടിയില്ല കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്. കണ്ടോ, ഉണക്കമുളക്. മല്ലി കണ്ട, വലിയ മല്ലി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കട്ടോ. നമ്മളിതൊന്ന് കഴുകി ഉണക്കിയിട്ട് നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കും കേട്ടോ. മുളക് പൊടിയിലൊക്കെ എന്തൊക്കെ കെമിക്കലുണ്ടെന്ന് ആർക്കറിയാം. ഇതൊരു പണി തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുളക് മല്ലിയും വാങ്ങിക്കഴിഞ്ഞ് വെച്ചാൽ എൻ്റെ അമ്മയൊന്നും ഇതിൻ്റെ ഞെട്ടി കളയാറില്ല കേട്ടോ. ഞാൻ കുറച്ച് കളയും, കൂടുതലൊന്നും കളയില്ല. കണ്ടോ, ചെരുപ്പ് പുറത്തിട്ടിട്ട് നായ കടിച്ച് കൂട്ടിയത് കണ്ടില്ലേ? കണ്ടോ, ഫുള്ള് ഇതാണ് കേട്ടോ ചെരുപ്പ് നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്നിടുന്നത്. എന്താ ചെയ്യണത്? ചെരുപ്പ് ഒന്നും പുറത്ത് വയ്ക്കാൻ പറ്റില്ല. പുറത്ത് വെച്ചുള്ള സ്ഥിതി ഇതാണ്. ഇന്ന് എവിടെ പോയിട്ടാണെന്നറിയോ? അവിടെ പോയിട്ട് തിരഞ്ഞിട്ട് എങ്ങനെ അവിടെ ഒരു ഉടവുണ്ട്, ആ ഉടവിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. എന്നിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അത് ഇതന്നെയാണ് അവസ്ഥ. ചെരുപ്പ് പുറത്ത് ഇനി ഒരു സ്റ്റാൻഡ് വാങ്ങി പറഞ്ഞാൽ ഇതിന് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ പപ്പു ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലേ, ഒരു 5-6 കുട്ടികളുണ്ട്. ഒരു പട്ടിയുണ്ട് കേട്ടോ. തൊയിലും തരില്ല, മാന്തിയിട്ടും സൗണ്ട് ഉണ്ടാക്കിയിട്ടും. എൻ്റെ മാത്രമല്ല, എൻ്റെ കിച്ചുവിൻ്റെ പുതിയ ചെരുപ്പ് പോയി. ഒരു ശ്രദ്ധക്കുറവ് അത്രേ പറ്റിയുള്ളൂ. അപ്പോഴേക്കും ചെരുപ്പിൻ്റെ വഴിക്ക് പോയിട്ടോ. അതിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കട്ടെ ഞാൻ. അച്ചുബാ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല, നല്ലൊന്ന് കഴുകണ്ടേ. കുടിക്കാനോ? 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. ആരൊക്കെ അമ്മ കഴുകുക. അച്ചു എല്ലാറ്റിനും സഹായിക്കാണ്ട് കേട്ടോ. വേണ്ടോ മാറത്തെ പുതിയ വീടിൻ്റെ മുകളിലേ ആ പായല്ലേ, പായ കൊണ്ടിട്ടാ വേഗം കൊണ്ടിട്ടാലാണ് ഇതെന്താണെന്നറിയോ, വെയിൽ അങ്ങോട്ട് അതിനെ പോയപ്പോഴേ വെയിൽ കൊണ്ടിട്ടോ. അതാണ് പിന്നെ ഞാൻ ഇവിടെ മാറുമോത്തെ മാറ്, താഴേക്ക് വീഴ്ത്തണ്ട, മുടിക്കൊക്കെ കൊടുക്കണൊക്കെ. കോറയുണ്ടോ? കോറയുണ്ട്, കോറയും കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവരാം. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഴിക്കുക. പണിക്കൊക്കെ പോയി വരുമ്പോൾ വന്നു കഴിഞ്ഞ് ശർക്കര ഇട്ടിട്ടേ കോറ വിരകി കൊടുത്താൽ മതി. നമ്മൾ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വെള്ളപ്പയറും പുളി വയ്ക്കാൻ വിചാരിച്ചിട്ട് കഴുകണം. വെള്ളപ്പയർ പുളി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് മുളക് വറുത്ത പുളിയുണ്ട്, കുറച്ചിരിക്കുന്നു. കായപ്പേരി ഉണ്ട്, അപ്പോൾ സ്രാവ് ഉണ്ടിരിക്കണം ഒരു കഷ്ണം. ആ സ്രാവ് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾ മാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെ കറി വേണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ. പക്ഷേ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട് പറഞ്ഞു വെച്ചാൽ അവർക്ക് കറി വേണം. ഇവിടെ കഴുകിയിട്ട് വരാം. അവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ട്. പായ പിടിക്കാൻ വരുമോ?
ഉം? കയ്യിലാക്കുമ്പോൾ കണ്ടച്ചിട്ട് അതാണ് ഈ പൂവുള്ളൂ തെറിച്ച് പോവുള്ളൂ കേട്ടാ. നമ്മുടെ ആ കൊട്ട എവിടെ മുത്തേ? എടുത്തിട്ട് വന്ന കൊട്ട വെള്ളം വാർന്നു പോണൊരു കൊട്ടല്ലേ? ഇതാണ് നമ്മുടെ ഞങ്ങളിവിടെ പറയുന്ന കോറാട്ടോ. കോറ റാഗി എന്നൊക്കെ പറയില്ലേ. ഇത് നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനെ പൊടിച്ച് വയ്ക്കും. എല്ലാവരും പറയും ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം കിട്ടും കേട്ടോ. നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. കുട്ടികൾ എന്താണ് പറയേ വിരകിയിട്ട് ഇവർ പറയുന്ന പോലെ അല്ലേ, കോറ കഴിച്ച് മടുത്ത് പറയുന്ന പോലെ. ഇത് കുറേ പ്രാവശ്യം കഴുകി ഇതിൻ്റെ ഉണ്ടോ. മറ്റേതൊക്കെ നമ്മൾ 2 പ്രാവശ്യം കഴിയുള്ളേ. ഇതങ്ങനെയല്ല. ഇതും കൊണ്ട് പായസം വെക്കാം അല്ലേ അച്ചു? സേമിയ ഇട്ടിട്ട് വെക്കില്ലേ? ആ വെച്ചിട്ട് കഴിഞ്ഞ വെച്ച് തന്നില്ലേ അതിന് സേമിയ ഇട്ടിട്ട്? കണ്ടോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. കോറ സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തടിക്കില്ല. പൊണ്ണത്തടിയില്ലേ, പൊണ്ണത്തടി ഉണ്ടാവില്ല. എന്താ ചുമ്മാ വീട്ടിലത്തെ അമ്മ പറയട്ടോ, കോറ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഈ തടി ഓവർ പൊണ്ണത്തടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. കുട്ടികൾക്ക് കൊടുക്കണം നല്ലതാണ്. ഇവിടെ നമ്മൾ ഇതാ ഇനി അപ്പുറത്ത് ഒരു ഡപ്പയിലും കൂടി ഇതാ കാണിച്ചു കൊടുക്കാൻ മുട്ടി അച്ചുട്ടി. കോറ അവിടെ മുട്ട ഇട്ട് വെച്ചേക്കണുണ്ടല്ലേ. ഇനിയും ഇവിടെ കോറ ഉണ്ട് കേട്ടോ. അതാണ്ടോ? വേണ്ട, അത് 5 കിലോ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് മതി. ഇത് നമ്മൾ ആട്ടി പൊടിച്ച് വെക്കുക കേട്ടോ. നമ്മുടെ ഗ്രൈൻഡറില്ലേ കേടായതും കൊണ്ടാണ് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഇത് പൊടിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിത് ചലിക്കണം. പൊടിച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പൊടിയാക്കി വെച്ചാൽ നല്ലതാണ്. കുറച്ച് കൂവയും വാങ്ങണം. പ്രാവശ്യം കൂവ വാങ്ങിയിട്ടില്ല. വേണ്ട മതിട്ടാ. അച്ചു ഇതൊന്ന് പിടിക്കുമ്മ. കണ്ണ് കാണില്ലാന്നോ? അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു തോർത്തെടുത്തിട്ട് വരാൻ. എന്തോ ഒരു വെയിലാണ്. സമ്മതിക്കണം. മല്ലി ഒരു സൈഡിലും മുളക് ഒരു സൈഡിലും ഇട്ടാൽ മതി. ഒരു സൈഡിൽ കൂടെ ഇട്ടാൽ കേട്ടോ. ആ 1.5 കിലോനൊക്കെയാണ് കേട്ടോ മുളക്. പക്ഷെ കാണുമ്പോൾ തീരല്ല. പൊന്നൂനാണെങ്കിലോ ഭയങ്കര വാശിട്ടോ. എന്താ പൊന്നു? ആ ഇതിങ്ങനെ നീണ്ട് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇത് നല്ല വെയിൽ. പണ്ടേ കൊപ്രയെ കാട്ടുന്ന സമയത്തേ നമ്മൾ ഈ കണ്ണാടി ഇങ്ങനെ വെക്കും കേട്ടോ. എന്താ കിളികൾ വന്നിട്ട് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട്, കൊത്തി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല അച്ഛമ്മ, അതങ്ങനെ. അമ്മയൊക്കെ നെല്ലില്ലേ, നെല്ലൊക്കെ പുഴുമ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അമ്മമ്മ കൊയ്ത്തിന് പോകുമ്പോഴേ അമ്മമ്മ വീട്ടിലിങ്ങനെ, എൻ്റെ വീട്ടിൽ ഞാൻ നെല്ല് വേവിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. നെല്ല് വേവിക്കുക ചെമ്പിൽ.
കോറ പായലിടാം കണ്ടോ. അപ്പോൾ വേഗം ഇങ്ങനെ എന്നിട്ട് നമ്മൾ കാലും കൊണ്ടും ഇതേപോലെ ഇങ്ങനെ കാലും കൊണ്ട് വെക്കും കയ്യും കൊണ്ട് വെക്കും. കണ്ടോ അച്ചു, നീ ചെയ്തതിൽ മല്ലി പുറത്ത് കണ്ടോ. അപ്പോൾ പെറുക്കി ഇങ്ങോട്ട് ഇട്. ഞാനപ്പോൾ അതല്ലേ പറഞ്ഞു ഞാൻ ചെയ്തോളാന്നുള്ളത്. ഇരട്ടി പണിയാക്കി നോക്കിയേക്ക. നിനക്ക് എന്താ വില വെച്ചാൽ വെറുതെ കളയാൻ എളുപ്പമല്ലേ. വേഗം വായോ, വെയിൽ കൊള്ളാൻ വയ്യ. അപ്പോൾ എന്താ സുഖം. ഇത് നമ്മൾ ഉണക്കാനായിട്ടിടുന്ന പായാണ് കേട്ടോ. അയ്യോ അയ്യോ, ഇതിലിട്ടാൽ മതിയായിരുന്നു കോറ, മുളക് അതിലിട്ടാൽ മതിയായിരുന്നു. കാരണം പ്ലാസ്റ്റിക്കും കൂടി ആകുമ്പോഴേ വേഗം ചൂട് തട്ടി ഉണങ്ങും. എന്താ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ മക്കൾക്കില്ലേ കോറ എപ്പോഴും എത്ര വലുതായാലും കോറ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് പനി വരിക കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടും കോറ കൊടുത്താൽ. പെട്ടെന്ന് വിശക്കും. 4 സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ ലച്ചുട്ടിയെ ഇവിടെ വലിയവർക്ക് മുതൽ കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ 1/2 കിലോ വാങ്ങും. പൈസ ഉള്ളതിനനുസരിച്ച് വാങ്ങും കേട്ടോ. 1 കിലോ പിന്നെ നമ്മുടെ അമ്മൂന് കിട്ടുകയും ചെയ്യും. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചുട്ടിക്കും കിട്ടും. കുറച്ച് വെള്ളം കോറയിൽ വേഗം വെള്ളം പോവാണ്ട് കണ്ടോ വെള്ളം വലിയ നോക്കിയത്. ഞാനത് ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ. ഈ കോറയും കൊണ്ട് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ ഉഴുന്നൊക്കെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സംഭവം. അട ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എന്താ ചൂ അത് ചാടണ്ട. ബാ ഇതാണ്ടോ ഒരു കായക്കൊല, എത്ര വലുതാക്കി നോക്ക്. വീണ് പോക്ക് കഴിഞ്ഞാണ്ടല്ലോ കണ്ടോ എത്ര വലുതാച്ചിട്ടാ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അച്ചുട്ടി വേണ്ട അച്ചുമാ. എന്താ കണ്ട നല്ല വലുതാണ് കേട്ടോ. അപ്പം ഞാനിത് കടയിൽ കൊടുത്തോളാൻ വന്നതാണേ. പക്ഷേ അപ്പോൾ കടയിൽ കൊടുത്തില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ട് കടയിൽ കൊടുക്കുന്നില്ല. കുട്ടികൾ കഴിച്ചോട്ടേ പറഞ്ഞിട്ട്. ഇത്രയും വലുത് എന്തിനാണ് നമുക്ക്. എന്താ നമ്മുടെ പൊന്നു അച്ചു എല്ലാവരും അത് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ പാറപ്പൊടിയിൽ എത്ര നമ്മളിവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടും കാര്യമില്ല. അവർ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ കൊക്കപ്പാട് ഉഴുത് മറിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഉഴുത് മറിച്ചിട്ടുണ്ടാവും. പോവാ നമുക്ക്. ഈ കൊട്ട നോക്കിയിട്ടേ നമ്മൾ എത്ര തെരഞ്ഞു പറഞ്ഞിട്ടാ. ആവശ്യം കഴിയുമ്പോഴാണ് ഈ കൊട്ട കിട്ടുന്നത്. ദോഷം സുകന്യ എന്താ ചെയ്യുന്നത് കണ്ടോ. സുകന്യ സ്രാവ് നേരേക്കാണ് കേട്ടോ. അതാണ്ടോ ഈ 2 കൊട്ട. ഇത് ഇതിന് വേണ്ടി വാങ്ങിയ കൊട്ടയാണ്. സുകന്യ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് കൊട്ട കിടക്കണം. ഏതോ മുളക് വെള്ളത്തിൽ നിന്ന് വാരിയിടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല. നീ ഇത് ആവശ്യം കഴിഞ്ഞാൽ കിട്ടും. നീ ഇത് എവിടെയെങ്കിലും വെച്ച് വിചാരിച്ചോ. നമ്മുടെ മക്കളെടുത്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടിടുകയാണേ. എവിടെ ഇപ്പോൾ നമുക്കില്ല, ഇവർക്ക് എത്താത്തോടെ എവിടെയില്ല. എല്ലാവിടെയും ഇവർക്ക് എത്തും. ഈ പാത്രം 2 കഴുകാനുള്ള കേട്ടോ. പിന്നെ ഉള്ളിത്തോല് നമ്മുടെ കറ്റാർവാഴയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിത്തോലും മുട്ടയുടെ തൊലിയും അതുപോലെ ചായപ്പൊടി ഇല്ലേ, ചായപ്പൊടിയും പാടെ. എന്താ പൊന്നാരി. ഇതാ വെള്ളപ്പയർ. മത്തനും വെള്ളപ്പയറും വെക്കണോ വെള്ളപ്പയർ പുളി വെക്കണോ സുകന്യെ? വെള്ളപ്പയർ പുളി വെച്ചാൽ മതിയോ? മത്തനോ? മത്തനും വെള്ളപ്പയർ. കാരണം മത്തനും വെള്ളപ്പയർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം. മാലട്ട സമയത്ത് വെള്ളപ്പയറും കൂടെ പുളി വെച്ചാൽ മതിയോ? ഒരു കഷ്ണം മത്തണ്ട്. മത്തൻ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഒരാൾ ഉണ്ടല്ലോ, ഏട്ടന് അത്ര മത്തം ഇഷ്ടമല്ല. പക്ഷെ അനിയന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാവും മത്തൻ. 2 ദിവസം മത്തൻ കൂട്ടല്ലാത്ത ദിവസം ഉണ്ടാവില്ല. മുളക് വറുത്ത പുളി ഉണ്ട് കേട്ടോ. മുളക് വറുത്ത പുളി ഉണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, സമയം ഇപ്പോൾ കുറച്ചായിട്ടോ. നീ വെച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഇതൊരു പണിയാവും. എന്താ ചെയ്യേണ്ടത്? മത്തനും വെള്ളപ്പയറും വെച്ചാൽ മതിയോ? വെള്ളപ്പയറും കൂടെ പുളി വെക്കട്ടെ.
ഇത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് 2 പ്രാവശ്യം 2-3 പ്രാവശ്യം വിസിലടിപ്പിക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വേഗം തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാ വരുമ്പോഴേക്കും കറിയാവും. കുറച്ചും കൂടി വേണ്ടതായിരുന്നു വെള്ളപ്പയർ, കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരുപാട് കറിയൊന്നും വേണ്ട, കുറച്ച് കറി മതി. കിട്ടിയോ? ഓ, ഈ സ്രാവ് മീനെ ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റും. എൻ്റെ സ്രാവ് മീൻ ആടി ചുട്ടിട്ട് അരിമുളക് ഉള്ളിയും ഒക്കെ ഇട്ടിട്ടില്ലേ, അമ്മിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഇടിക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നമ്മുടെ പൂളയുടെ കൂടെയൊക്കെ കഴിക്കാമല്ലേ, അടിപൊളി കേട്ടോ. പൂള, കാവത്തൊക്കെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കഴിഞ്ഞു. അകത്ത് കൊട്ടിയൊക്കെ ഉണ്ട് അല്ലേ. നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് സമയം നല്ല വൈകുമ്പോൾ കുക്കറിൽ വെക്കാൻ കേട്ടോ എളുപ്പമാവുള്ളൂ. ചിലപ്പോൾ അനിയൻ കഴിക്കാൻ വരും. ചിലപ്പോൾ അനിയൻ കഴിക്കാൻ വരും, ചിലപ്പോൾ വരില്ല കേട്ടോ. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ വരുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ പോലെയല്ല, അതടി ഒരു സ്രാവ് മീൻ്റെ കഷ്ണം, ബാക്കിയുള്ളവരുടെ പോലെയല്ല മുളക് വറുത്ത പുളി അത്ര ഇഷ്ടമല്ല. 2 രൂപ വെച്ച്. ഓ അമ്മേനെ വിളിക്ക് നോക്ക്. എവിടെ എവിടെ ടാറ്റാ ഹൈ പൊക്കോളൂ. ഇനി നമ്മൾ വല്ലാണ്ട് തേങ്ങ അരച്ചിട്ടൊന്നും കറി വയ്ക്കില്ല കേട്ടോ. തേങ്ങയ്ക്ക് നല്ല വിലയാണ്. തേങ്ങ കിട്ടാനുമില്ല. മലയ്ക്ക് പോകുമ്പോൾ 40 തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കടകളിൽ കൂടെ തിരഞ്ഞെക്കണം കേട്ടോ. അപ്പോൾ നമുക്കാണ് പറഞ്ഞത് തേങ്ങ ഇല്ലാത്ത കറിയും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാണ്ട് ഒരു മുറി തേങ്ങ ചിരവിയിട്ടുള്ള തേങ്ങയുടെ കോലാണ്. മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിയെടുക്കണ്ട കേട്ടോ. ചൂടാക്കിയിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ വിചാരിച്ചിട്ട്. പോണ്ടോ സ്രാവിൻ്റെ തോലോ? അതെ, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. ഏട്ടൻ പോണ്ട് നമ്മൾ ഇടാറില്ല. അപ്പോൾ നമുക്ക് കുറേ പേര് കമൻറ്റിൽ കൂടെ പറഞ്ഞിരുന്നു, ചേച്ചി ഇങ്ങനെ മീൻ ചൂടുവെള്ളത്തിൽ ഇട്ട് നോക്കി നോക്കാൻ. എവിടെ? അപ്പോൾ പിന്നെ എന്താണെന്നറിയോ, ഇത് ചിലപ്പോൾ നമ്മൾ ഈ സ്രാവിൻ്റെ തൊലിയൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കിട്ടോ. എന്തായാലും പറഞ്ഞു തന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി അല്ലേ സൂര്യ. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ വെള്ളപ്പയർ കണ്ടോ. വെള്ളപ്പയർ നമ്മൾ ചട്ടിക്ക് മാറ്റിയിട്ടാണ്. തക്കാളി നോക്കുമ്പോൾ തക്കാളി ഇല്ല, തക്കാളി കഴിഞ്ഞേക്കണോ. ഇല്ലെങ്കിൽ അത് കേട് വന്ന പോലെ ആയിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തക്കാളി ഇട്ടാൽ ഒന്നും കൂടി ഇഷ്ടമാണ്. നമ്മളിതാ അരച്ച് വെച്ച അരപ്പില്ലേ ഒഴിച്ചു കൊടുക്കണ്ടേ. പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലിനി പുളി ഒഴിച്ച് ഉപ്പിട്ടിട്ടില്ലേ, ഈ പുളി മാത്രം ഒഴിച്ചിട്ട് കടുക് താളിച്ചാലും മതി കേട്ടോ. അതും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നല്ലതാണ്. പക്ഷേ ഇവിടെ തേങ്ങ അരയ്ക്കാതെ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ശരിക്കും വെള്ളപ്പയർ പുളി ഇങ്ങനെയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടും വയ്ക്കും, തേങ്ങ അരയ്ക്കാണ്ടും വയ്ക്കും. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. നമ്മൾ മല്ലിയും മുളകും അരച്ച ഇതിൽ തന്നെ ഗ്യാസ്. കുറച്ച് വെള്ളപ്പയറുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കട്ടെ. എവിടെ ഉപ്പും പാത്രമൊക്കെ കാണാമല്ല, എവിടെ എൻ്റെ ഉപ്പും പാത്രം? ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പൊന്നാരി പൊന്നാരി? അതിൽ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചിട്ട് പുളി പിഴിഞ്ഞൊഴിക്കട്ടെ. പുളി നല്ലപോലെ തിളച്ച് നല്ലപോലെ കണ്ടോ, നല്ലപോലെ പുളി തിളച്ചൊന്ന് വേവണം കേട്ടോ. എന്നിട്ട് നമ്മൾ
അരപ്പും കൂടി ഒഴിച്ചു ഇതേപോലെ നമ്മുടെ മുതിരല്ലേ, മുതിര ഇട്ടിട്ടും പുളി വെക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 10 രൂപയ്ക്ക് മൊത്തം മേടിച്ചോ? ഇല്ലേ, മൊത്തം മേടിച്ചോ? എന്ത് കടല മിഠായി താളിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളിയില്ലേ, ഉള്ളി ചീനച്ചട്ടിയിൽ തന്നെ ഇതാക്കട്ടെ കേട്ടോ. എളുപ്പമാണ്. ഇതാ പറയുമ്പോൾ നമ്മുടെ കൂട്ടാൻ കണ്ടോ, ഇനിയൊന്ന് നല്ലപോലെ തിളച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കായ വേണമെങ്കിൽ കൂട്ടാൻ. നമുക്ക് ചക്കക്കുരു ഉണ്ടാവുന്ന സമയത്ത് ചക്കക്കുരു കൂട്ടുമല്ലേ സോനിയെ? ഉരുളക്കിഴങ്ങ് കൂട്ടും. ഉരുളക്കിഴങ്ങ് കൂട്ടുമ്പോൾ നമ്മൾ തക്കാളി മാത്രമേ ഇടുള്ളൂ. എന്താ ഇത് ചെയ്യില്ല കേട്ടോ, പുളി ഒഴിക്കില്ല. പുളി ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ കുറച്ച് പുളി കൂടി നിൽക്കുള്ളൂ. അപ്പം അത് ചിക്കൻ വെക്കില്ലേ, നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെ വെക്കും. ചിക്കൻ വെക്കണ അതേപോലെ. അത് നല്ല രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതും ചേമ്പിൻ്റെ തണ്ടുംപാടെ കൂട്ടിയിട്ട് വെക്കും. നമ്മുടെ വീട്ടിൽ പിന്നെ കറി വെക്കുമ്പോൾ അല്ലേ എന്താണോ നമുക്കുള്ളത് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ കറി വെക്കും കേട്ടോ. ഇന്നതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കാതിരിക്കില്ല. കറുവത്തുങ്ങായും വെള്ളപ്പയറും വെക്കാറുണ്ട്. നമ്മൾ 1 കിലോ അല്ലെങ്കിൽ എന്താ കോങ്ങാട്, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അടുത്ത് അങ്ങനെ കടകളില്ലാത്തത് കൊണ്ട് നമ്മൾ കോങ്ങാടൊക്കെ പോണ സമയത്ത് വാങ്ങി വെക്കും. ചെറുപയർ ഇട്ടിട്ടും ചെറുപയർ വറുത്തിട്ടൊക്കെ കറി വെക്കും കേട്ടോ. നാടൻ കറികൾ വെക്കാൻ പറഞ്ഞ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു. ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അത് പെട്ടെന്ന് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും തിരക്കിൽ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ മറക്കില്ല, വേഗം പണി ചെയ്യട്ടെ പറഞ്ഞിട്ട്. അപ്പോഴാണ് അധികം നമ്മൾ സാമ്പാർ ഇതേപോലെയുള്ള കറികളൊക്കെ തന്നെ വയ്ക്കുക. പിന്നെ നമ്മൾ ഞായറാഴ്ചയൊക്കെ സമയത്തൊക്കെ ചിക്കനും നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ കടുക് താളിക്കട്ടെ. നമ്മൾ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ പ്രസാദങ്ങൾ കൊടുത്ത് അവിടേക്ക് പോകുമ്പോൾ എടുത്തിരുന്ന തുണികൾ, മാല എല്ലാം നമ്മൾ വൃത്തിയായി കഴുകി നമ്മളൊരു പെട്ടിയിൽ വെക്കും കേട്ടോ. പെട്ടിയിൽ വെച്ചിട്ട് നമ്മൾ പുതിയ വീടിൻ്റെ അവിടെ ചാക്കിൽ കൊണ്ടുപോയി കെട്ടി വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ പിറ്റത്തെ പ്രാവശ്യമാണ് ആ സാധനങ്ങളൊക്കെ എടുക്കുള്ളൂ. പിന്നെ മാല ഊരി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും മീനോ ഇറച്ചിയൊക്കെ കഴിക്കണ്ടേ. അവിടെ നിന്ന് അയ്യപ്പസ്വാമി പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ അടുത്ത് ആരുടെ അടുത്തും ഇറച്ചി കഴിക്കരുത്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ നിങ്ങൾ മീനും ഇറച്ചിയൊന്നും കഴിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു കമൻറ്റ് കണ്ടു, ആർത്തി കണ്ടിട്ട് ഇറച്ചി മീനും കാണുമ്പോൾ ആർത്തിയാണെന്നുള്ളത്. ഈ പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ വാങ്ങി കൊടുക്കാറുള്ളൂ. നിങ്ങളാരും ഞങ്ങൾക്ക് വാങ്ങി തരുന്നില്ല. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ ജീവിതമാണ്, അല്ലാതെ നമ്മളതിൽ കുറേ കാട്ടിക്കൂട്ടലുള്ള ഞങ്ങളിങ്ങനെയാണ്. ഇപ്പോൾ അതേപോലെ കാപ്പി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളത് സ്പൂണിട്ട് ഇളക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസമാണ് ദൈവം എല്ലാതും. ഇപ്പോൾ എൻ്റെ അമ്മ മാലട്ട സമയത്ത് ഇറച്ചി മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ വെച്ച് അമ്മയ്ക്ക് പണി എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക പണിയാണ്. ഇറച്ചി തൊടണം, മീൻ തൊടണം, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് തൊടണം. അപ്പം അമ്മ മാല ഇടുകയാണ് പറഞ്ഞിട്ട് അവർക്ക് പറ്റാതെ കഴിഞ്ഞു വെച്ചാൽ അവർ ആ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുമോ? കാരണം അമ്മ അവിടെ പണിക്ക് പോണതാണ്. നമ്മൾ ചെയ്യും, 7 ദിവസം നമ്മൾ എന്താ വെച്ചാൽ മാറിയിരിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അമ്മ വേറൊരു മതത്തിൽ പെട്ട ആൾക്കാരുടെ കൂടെ പണിക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ നമ്മുടെ അടുത്ത് 7 ദിവസം വരണ്ടാന്ന് അവർ പറയുമോ? ഇല്ലല്ലോ. ഒക്കെ നമ്മുടെ വിശ്വാസമാണ്. ഇതിനൊക്കെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കണം എന്തിനാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഉള്ളതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ അത് ഞങ്ങൾക്ക് അപ്പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കുള്ള കഴിവിനനുസരിച്ച് ഞങ്ങൾ കഴിയണു. അല്ലാതെ അതിൽ നിങ്ങൾ ആർത്തി കാണിക്കുകയാണ്. കുഞ്ഞുമക്കളുള്ള വീട്ടിലുള്ളവർക്കറിയാം, കുഞ്ഞുമക്കൾക്ക് എന്ത് കണ്ടാലും പൊരിച്ചിലുണ്ടാവും. അത് നമ്മളിപ്പോൾ ദിവസം ചിക്കനും മീനും വാങ്ങിക്കൊടുത്താലും ഒരു മക്കൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെയല്ലേ എൻ്റെ മക്കളിരിക്കണത്. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്നിട്ട് ഇരിക്കണില്ലല്ലോ അല്ലേ സൂന്യെ? നമ്മുടെ കൂടെ ഇരിക്കണു, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണു, അത് ആസ്വദിച്ച് അവർ കഴിക്കണു. അത് കാണുമ്പോൾ ഞാനൊരമ്മയാണ്, എനിക്ക് അതിൽ പല സന്തോഷം. എനിക്ക് വേറെ എന്താ വേണ്ടത്? എനിക്ക് കുറേ ഞാൻ പറയില്ല, എൻ്റെ പറയുന്നത് 10 ലക്ഷം രൂപ കിട്ടിയാലും ആ സന്തോഷത്തിന് പകരാവോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ചേച്ചിയോട് ഞാൻ പറയുകയാണ്, ചേച്ചി മക്കൾ കഴിക്കട്ടെ. പിന്നെ ഭക്ഷണത്തിനോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ പ്രസിക്ക് എല്ലാ ഭക്ഷണം ഇഷ്ടമാണെന്ന് പറയില്ലേ, നമ്മളൊരു സമയത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്, കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഭക്ഷണം ആവട്ടെ നമ്മൾ ഇങ്ങനെ അത് ആസ്വദിച്ച് കഴിക്കണം. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കഴിക്കണം. നിങ്ങൾക്കത് പറയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വലിയ മാളിക വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ച് പോട്ടേന്ന്. അതാ സൗമ്യ സുകന്യ വറക്കണം കേട്ടോ. എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. സുകന്യ കഴിക്കല്ലേ നമുക്ക്? അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ കാണാം. ടാറ്റാ.